അരുൺ നേരത്തെ പാടിയ ഒരു പാട്ട് അത് ഉഷാറായിരുന്നു. നമുക്ക് പാട്ട് തന്നെ കേൾക്കണം ഇനി. അപ്പോൾ ഇനി ഏത് പാട്ടാണ്? ഇന്നത്തെ ദിവസം നമുക്ക് അദ്ദേഹത്തെ അങ്ങനെയും കൂടി ഓർമ്മിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഒരു പാട്ട് ഇനി ഓർത്തുകൊണ്ടേയിരിക്കും. എന്തായാലും ആ ശബ്ദം ഒരിക്കലും മരിക്കുന്നില്ല. ഒരു മലയാളം പാട്ടായിക്കോട്ടെ എന്നാ. അതിന് മുന്നേ ഞാൻ എൻ്റെ പാട്ടൊന്ന് പാടട്ടെ. എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം ഉണ്ടായത് അതാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം അവസാനം പാടിയ 2 പാട്ടുകളിൽ ഒന്ന് സിനിമയിൽ, തമിഴ് സിനിമയിൽ പാടിയത് എൻ്റെ പാട്ടാണ്. അതിനുശേഷം ഒരു പാട്ടും കൂടി 2020 ഒരു സോങ് കൂടി അദ്ദേഹം പാടിയിട്ടുള്ളൂ. അപ്പം ഒരു ദൈവാനുഗ്രഹമാണ് അത്, അദ്ദേഹത്തിനെ പോലെ ഒരു ലെജൻഡിനെ പാടിക്കാൻ പറ്റിയെന്നുള്ളത്. എന്നാ നമുക്ക് ആ പാട്ട് തീർച്ചയായിട്ടും. കണ്ണാടി മാലൈ മാറോடு சேர்த்து കണ്ണീരിൽ തള്ളാടുതേ താരാരേ. കണ്ണാടി മാലൈ മാറോடு சேர்த்து കണ്ണീരിൽ തള്ളാടുതേ. ഓടാതെ ആടാതെ കൈവിട്ട് പോകാതെ തീരാத ദേഹം என்று താരാരാ. വാനം എങ്കും சூடான நேரம் നാരാരതേ. ഓ അടിപൊളി. എന്റെ കോമ്പോസിഷനാണ്. ഓൺ കോമ്പോസിഷൻ. പെട്ടെന്ന് പറഞ്ഞപ്പം എനിക്ക് എൻ്റെ പാട്ട് പോലും ലിറിക്ക് വിട്ടുപോയി, സോറി. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത് പാടി തന്നതും. ആ ഒരു സ്റ്റുഡിയോ റെക്കോർഡിങ്, ആ ഒരൊറ്റ സാധനം കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരൊറ്റ റെക്കോർഡിങ് സെഷൻ കൊണ്ട് നമ്മൾ ഒരു കോടിക്കണക്കിന് സാധനങ്ങൾ പഠിച്ചു. അതെ, ഓർമ്മ മാത്രമല്ല, ഭയങ്കര എക്സ്പീരിയൻസ് പറഞ്ഞാൽ ലിറ്ററൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരാൾ എന്തായിരിക്കും ചെയ്യുക, എന്തൊക്കെ ചെയ്യും, നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ അതിൽ നിന്ന് കിട്ടും, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അതൊക്കെ നമ്മൾ എടുക്കണോ വേണ്ടയോ, കുറേ കാര്യങ്ങൾ. ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്. ശരിയാ. എന്തായാലും ഇപ്പൊ അരുണിന്റെ വ്യക്തിപരമായ ചില വിശേഷങ്ങളിലേക്ക് കൂടി നമുക്ക് വരികയാണെങ്കിൽ, അല്ലെ, അരുൺ പറയുന്നത് ഒരു സ്വന്തമായി യൂട്യൂബ് ചാനൽ ഉണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു ഫാമിലി തന്നെയാണ്, അല്ലെ. എത്രയോ പ്രേക്ഷകർ, ഞാനൊക്കെ കാണാറുണ്ട് ചില വ്ളോഗുകളൊക്കെ കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ കുട്ടി, അല്ലെ, മോനും ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് രസമായിട്ട് പേഴ്സണലി അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഭയങ്കര കുറുമ്പാണ് മകൻ, ഭയങ്കര കുറുമ്പാ. നമ്മൾ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഫുള്ള് പാട്ടും എല്ലാ കാര്യങ്ങളും ആയിട്ട് കൂടെ മകന്റെ കുറുമ്പും ഒക്കെ ആയിട്ട് സംഗീതവും സോഷ്യൽ മീഡിയ ജീവിതവും ഒക്കെ ഒരുമിച്ച് രസമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും. സോഷ്യൽ മീഡിയയിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നത് മ്യൂസിക് തന്നെയാണ്. പിന്നെ ആക്ച്വലി യൂട്യൂബ് എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിൽ മ്യൂസിക് തന്നെ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ വ്ളോഗൊക്കെ ഉള്ളത് നിമ്മിയുടെ യൂട്യൂബ് ചാനലാണ്. അവള് ആക്റ്റീവായിട്ട് നിൽക്കുന്നു. ആക്ച്വലി കോവിഡ് സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്, ആസ് എല്ലാവരും തുടങ്ങിയ പോലെ. അത് ആ ഒരു 3 കൊല്ലം ഗംഭീരമായിട്ട് പോയി. അതിനുശേഷം ഞാൻ മെല്ലെ സ്വിച്ച് ചെയ്തു. അഗെയിൻ നമ്മുടെ ഷോസും കാര്യങ്ങളും മ്യൂസിക് എല്ലാം സ്റ്റാർട്ട് ചെയ്തപ്പം ഞാൻ എൻ്റെ രീതിയിലേക്ക് തന്നെ സ്വിച്ച് ചെയ്തു. ഞാൻ എൻ്റെ സ്റ്റുഡിയോ തന്നെയാണ് ഉണ്ടാവാറ്. സ്റ്റിൽ അവളുടെ പല ഷൂട്ടിലും ഞാൻ ഉണ്ടാവാറുണ്ട്. മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ഇപ്പം എല്ലാം നമ്മൾ ടൈം വെച്ച് മാനേജ് ചെയ്ത് പോകുന്നു. എൻ്റെ പാട്ടും അവളുടെ ഷൂട്ടുകളും നമ്മുടെ റെക്കോർഡിങ്സും മോൻ്റെ കാര്യവും സ്കൂളിങ്ങും എല്ലാം മാനേജ് ചെയ്യുന്നു.